യുവതയിലെ എൻ്റെ പ്രിയപ്പെട്ട അന്നത്തെയും ഇന്നത്തെയും കുട്ടികളെ, ശ്രോതാക്കളെ, 1970കളുടെ തുടക്കത്തിൽ കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്രയിൽ, ഇന്നത്തെ താലൂക്കിന് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പട്ടണമാണത്. അവിടെ രൂപം കൊണ്ട ആദ്യകാല സമാന്തര വിദ്യാലയങ്ങളിൽ പേരുള്ള ഒരു സ്ഥാപനമായിരുന്നു യുവത അക്കാഡമി ഓഫ് ഇംഗ്ലീഷ്. ആദ്യത്തെ 1-2 വർഷം അതിൻ്റെ ബോർഡിൽ ഈ പേരാണ് ഉണ്ടായിരുന്നതെങ്കിലും പിന്നീടത് യുവത പാരലൽ കോളേജ് എന്നായി മാറുന്നു. 2-3 കൊല്ലത്തിനുള്ളിൽ യുവതയുടെ ക്യാമ്പസ് പേരാമ്പ്രയിലെ തന്നെ ഗവൺമെന്റ് ആശുപത്രി നിലകൊള്ളുന്ന കല്ലൂട് എന്ന സ്ഥലത്തേക്ക് മാറുന്നു. അവിടെ വെച്ചാണ് അന്നത്തെയും ഇന്നത്തെയും പരക്ഷതം വിദ്യാർത്ഥികളുടെ മനസ്സിൽ അഭിമാനത്തിന്റെ ഓർമ്മകൾ ഉണർത്തിക്കൊണ്ട് യുവത എന്ന സ്ഥാപനം മുളച്ച് തുടങ്ങിയത്. ഈ സ്ഥാപനത്തിന് താങ്ങും തണലും ഒരുക്കി അതിൻ്റെ നേതൃത്വ പദവിയിൽ അതിൻ്റെ അവസാന കാലത്തോളം തുടർന്നത് നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട മുൻ കേരള ആരോഗ്യ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് പി ശങ്കരനായിരുന്നു എന്നുള്ളത് ഓർമ്മിക്കുന്നു. അദ്ദേഹത്തിൻ്റെ നിത്യസ്മരണയ്ക്ക് മുമ്പിൽ അഞ്ജലികൾ അർപ്പിക്കുന്നു. പരശതം വിദ്യാർത്ഥികൾക്ക് അവരുടെ ജീവിതായോധനത്തിന്റെ പടവുകൾ വിജയപൂർവ്വം ചവിട്ടിക്കയറാനുള്ള ഒരു വേദിയായി അന്ന് ഈ സ്ഥാപനം മാറി എന്നുള്ളതാണ് ഞങ്ങളുടെയും ഈ സ്ഥാപനത്തിൻ്റെയും ചാരിതാർത്ഥ്യം. അന്ന് ഉണ്ടായിരുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹപ്രകാരം അവരൊരു കൂട്ടായ്മ ഒരുക്കുകയായിരുന്നു. ആ കൂട്ടായ്മയുടെ പേരാണ് യുവത ആക്റ്റീവ്. 100 കണക്കിൽ വിദ്യാർത്ഥികളുടെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ കഴിവുകളൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ നിത്യേന എന്നോണം പരിപാടി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൂട്ടായ്മയായിരുന്നു യുവത ആക്റ്റീവ്. ആ യുവത ആക്റ്റീവിന്റെ തുടർച്ചയാണ് അവരടുത്ത ഘട്ടമായി അഭിലഷിക്കുന്ന, ആശിക്കുന്ന, വളരെ ശക്തമായി ആഗ്രഹിക്കുന്ന ഈ യൂട്യൂബ് എന്ന പ്ലാറ്റ്ഫോം. നമുക്കറിയാം, ഒരുപാട് കഴിവുള്ളവർ ഇവരുടെ കൂട്ടത്തിലുണ്ട്. ആ കഴിവുകൾ മലയാളികൾക്ക് മുമ്പാകെ സമർപ്പിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. അതിലൂടെ ലോകത്തെ എല്ലാ പ്രേക്ഷക കൂട്ടത്തെയും ഇത് ഇന്ന് ലോകത്തിനു മുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുകയാണ്. ഒരുപാട് പേർ ഇതിനോടൊപ്പം ഉണ്ടാകേണ്ടവരായിരുന്നു, ഇത് കേൾക്കേണ്ടവരായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ഞങ്ങളുടെ പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് പി ശങ്കരൻ, അതുപോലെ സാഹിത്യ രംഗത്തും സിനിമാ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ ടി പി രാജീവൻ ഉൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമാകേണ്ടതായിരുന്നു. നിർഭാഗ്യവശാൽ അവർ ഇന്ന് നമ്മളോടൊപ്പമില്ല. അങ്ങനെ ഇന്ന് നമ്മളോടൊപ്പമില്ലാത്ത അധ്യാപകരുടെ കൂട്ടത്തിലും വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുള്ള ഒരുപാട് പേരെ ഓർമ്മയിൽ വെച്ചുകൊണ്ട് ഈ പുതിയ സംരംഭത്തിന് ഞങ്ങൾ ഒരുങ്ങുകയാണ്. പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ കൂട്ടായ്മയിൽ തന്നെ ഒരുപാട് കലാപരിപാടികൾ അവതരിപ്പിച്ച് കൊണ്ടിരിക്കുന്ന അവർ വീണ്ടും നിങ്ങളുടെ മുമ്പിൽ എത്തുകയാണ്. കലയുടെ ശ്രീകോവിലിൽ തങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പ്രതിഷ്ഠകളുടെ തൃപ്പാദങ്ങളിൽ എന്നെന്നും പ്രതിഭയുടെ പുഷ്പാർച്ചന നടത്താൻ അവർക്ക് കഴിയട്ടെ എന്ന് ആശിക്കുന്നു, ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്ന് നമ്മളോടൊപ്പമില്ലാതെ മൺമറഞ്ഞു പോയവരെ ഓർത്തുകൊണ്ട് അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ അഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ 1974 ഈ സ്ഥാപനം ആദ്യത്തെ വാർഷികം ആഘോഷിച്ചപ്പോൾ ഈ സ്ഥാപനത്തെ പരിചയപ്പെടുത്തിക്കൊണ്ട് ഒരു പുസ്തകത്തിന്റെ രൂപം പ്രതിബിംബമാക്കി അന്ന് ഞങ്ങളുടെ കുട്ടികൾ ഒരു പ്രാർത്ഥന ചൊല്ലിയിരുന്നു. ഇന്ന് എൻ്റെ മനസ്സിൽ അതും ഇന്നും ഓർമ്മയിൽ നിൽക്കുകയാണ്. വാണി മണി ദേവി സരസ്വതി തുള്ളിത്തുളുമ്പി എത്തി നിൽക്കണേ നാവിൻ തുമ്പിൽ, തെളിഞ്ഞു കത്തി നിൽക്കണേ ദൈവനാളം പോൽ ഹൃത്തടത്തിൽ. ഈ പ്രാർത്ഥനയാണ് അന്നവർ ചൊല്ലിയത്. ആ പ്രാർത്ഥനയുടെ ഐക്യത്തിൽ ഞങ്ങളിത് നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. ഇതിന്റെ ഉദ്ഘാടനം നിർവഹിച്ചായി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.